30 സാധനങ്ങളുടെ വാങ്ങിയ വിലയും എക്സ് സാധനങ്ങളുടെ വിറ്റ വിലയും തുല്യമാണ്. ലാഭം 25% ആയാൽ എക്സിൻ്റെ വില എത്ര? ഇവിടെ 30 സാധനങ്ങളുടെ വാങ്ങിയ വില എക്സ് സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെന്ന് നൽകിയിരിക്കുന്നു. ലാഭം 25% ആയാൽ എക്സിൻ്റെ വില എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിതൊരു ഉദാഹരണം എടുത്ത് ചെയ്യാം. അതായത് സാധനത്തിൻ്റെ വാങ്ങിയ വിലയായിട്ട് നമുക്കൊരു സംഖ്യ എടുക്കാം. അപ്പോൾ ആ സംഖ്യ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ലാഭം 25%. 25% എന്ന് പറഞ്ഞാൽ 4/1 ഭാഗമാണ്. അപ്പോൾ വാങ്ങിയ വിലയായിട്ട് നമ്മൾ എടുക്കുന്ന സംഖ്യയുടെ 4/1 ഭാഗം എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയായിരിക്കണം വാങ്ങിയ വിലയായിട്ട് എടുക്കേണ്ടത്. നമുക്ക് വാങ്ങിയ വിലയായിട്ട് 40 രൂപ എടുക്കാം. വാങ്ങിയ വില 40 രൂപയാണെന്ന് കരുതുക. 40 രൂപ 40 രൂപ വാങ്ങിയ വിലയായിട്ട് എടുക്കുകയാണെങ്കിൽ വിറ്റ വിലയായിട്ട് എത്ര എടുക്കണം? ലാഭം 25% വേണം. അതായത് 40ൻ്റെ 25%. 40ൻ്റെ 25% എന്ന് പറഞ്ഞാൽ 40ൻ്റെ 4/1 ഭാഗം. 40ൻ്റെ 4/1 ഭാഗം 10 ആണ്. അപ്പോൾ വിറ്റ വില എന്ന് പറയുന്നത് 40 + 10 = 50 രൂപയായിരിക്കും. അപ്പോൾ ഈ രണ്ട് വിലകൾ വെച്ച് നമുക്ക് സോൾവ് ചെയ്ത് എക്സിൻ്റെ വില കണ്ടുപിടിക്കാം. അപ്പോൾ 30 സാധനങ്ങളുടെ വാങ്ങിയ വില 30 സാധനങ്ങളുടെ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 30 × 40 വരും. സമം ഏതിനോട് തുല്യമാണ്? എക്സ് സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ്. അതായത് എക്സ് ഗുണം വിറ്റ വിലയായിട്ട് നമുക്ക് 50 ആണ് കിട്ടിയത്. എക്സ് ഗുണം 50. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ 50നെയും കൂടെ ഇടതുവശത്തേക്ക് കൊണ്ടുവരിക. ഇടതുവശത്തേക്ക് കൊണ്ടുവരുമ്പോൾ 50 ഡിനോമിനേറ്റർ വരും. അതായത് 30 × 40/50 = എക്സ് എന്ന് വരും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. 30ൻ്റെ 0 50ൻ്റെ 0 കളയാം. 5 കൊണ്ട് 40നെ ഹരിച്ചാൽ 8. അപ്പോൾ 3 × 8 വരും. 3 × 8 അതായത് 24 = എക്സ് എന്ന് കിട്ടും. അതായത് എക്സിൻ്റെ വാല്യൂ 24 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. 1 × 0.01 × 0.0001ൻ്റെ വില എത്ര? ഇവിടെ ഗുണിക്കേണ്ട സംഖ്യകൾ നോക്കുക. 1 × 0.01 × 0.0001. അപ്പോൾ നമുക്കിത് ഗുണിക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സംഖ്യകളിലെ ദശാംശ സ്ഥാനമുള്ള സംഖ്യകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഇതിലെ പൂജ്യമല്ലാത്ത ഓരോ സംഖ്യയിലും പൂജ്യമല്ലാത്ത അക്കത്തിന് ഇടതുവശത്തുള്ള പൂജ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ 1 ഗുണം ഇവിടെ പൂജ്യമല്ലാത്ത ആദ്യത്തെ ദശാംശ സ്ഥാനത്തിന് വലതുവശത്ത് പൂജ്യമല്ലാത്ത ആദ്യത്തെ അക്കം 1 ആണ്. ഇടതുവശത്തോട്ട് ഇതിൻ്റെ 0 മാത്രമേ ഉള്ളൂ. ഈ 1 ഇടതുവശത്ത് പൂജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ദശാംശ സ്ഥാനം ഒഴിവാക്കി പൂജ്യങ്ങൾ ഒഴിവാക്കുന്നു. അപ്പോൾ അതും 1 തന്നെ വരും. ഗുണം ഇവിടെയും നോക്കുക. പൂജ്യമല്ലാത്ത ആദ്യ അക്കം 1 ആണ്. അതിന് ഇടതുവശത്തോട്ട് മുഴുവൻ പൂജ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ പൂജ്യങ്ങളെല്ലാം ഒഴിവാക്കുന്നു. ഡെസിമൽ പോയിന്റ് ഒഴിവാക്കുന്നു. പോയിട്ട് 1 എന്ന് വരും. അപ്പോൾ ഈ 3 ഒന്നുകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ഉത്തരം 1 കിട്ടും. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എഴുതാൻ ആദ്യം 1 എഴുതുക. ഇനി ഇവിടെ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് എത്ര അക്കങ്ങളുണ്ടെന്ന് നോക്കുക. ഇവിടെ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് 2 അക്കങ്ങളുണ്ട്. ഇവിടെയോ? ഇവിടെ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് 4 അക്കങ്ങളുണ്ട്. അപ്പോൾ ഈ 2ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ 6 വരും. അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് 6 അക്കങ്ങൾ ഉണ്ടാകണം. ഉത്തരത്തിൽ ഡെസിമൽ പോയിന്റിന് ഇവിടെ 2ഉം ഇവിടെ 4ഉം ആണുള്ളത്. ഡെസിമൽ പോയിന്റിന് വലതുവശത്തുള്ള അക്കങ്ങളുടെ എണ്ണം. അപ്പോൾ ഉത്തരത്തിൽ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് 2ഉം 4ഉം കൂടെ കൂട്ടി കിട്ടുന്ന 6 അക്കങ്ങൾ ഉണ്ടാവണം. അപ്പോൾ 6 അക്കങ്ങൾ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് വരാനായിട്ട് വലത്തു നിന്ന് ഇടത്തോട്ട് 6 സ്ഥാനം മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുക്കുക. അതിനാവശ്യത്തിന് പൂജ്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ 6 സ്ഥാനം മാറ്റാനായിട്ട് നമുക്ക് പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 4 അക്കങ്ങളായി. 5 6 അക്കങ്ങൾ. അപ്പോൾ ഇവിടെ വേണം ഡെസിമൽ പോയിന്റ്. അതിന് ഇടതുവശത്തൊരു പൂജ്യം കൂടെ കൊടുത്തേക്കുക. അപ്പോൾ 0.000001 എന്നാണ് ഉത്തരം വരിക. ശരി ഉത്തരം ഓപ്ഷൻ ബി. 0.3333 എക്സെട്ര എന്നതിൻ്റെ ഭിന്നക രൂപം ഏത്? അപ്പോൾ ഇവിടെ ഒരു ആവർത്തിക്കുന്ന ദശാംശ സംഖ്യയാണ് നൽകിയിരിക്കുന്നത്. ഒരേ അക്കം തന്നെ 3 എന്ന ഒരേ അക്കം തന്നെ ആവർത്തിച്ചു വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭിന്നക രൂപം അല്ലെങ്കിൽ ഭിന്നസംഖ്യാ രൂപം എഴുതാനായിട്ട് വളരെ എളുപ്പമാണ്. 0.3333 എക്സെട്ര സമം. ആദ്യം നമ്മൾ ഈ തന്നിരിക്കുന്ന അക്കം തന്നെ എഴുതുക. അപ്പോൾ 3 എന്ന് വരും. ഛേദമായിട്ട് 9 കൊടുക്കുക. അപ്പോൾ 9ൽ 3 ആണ് ഇതിൻ്റെ ഭിന്നസംഖ്യാ രൂപം. ഓർക്കുക, ഇങ്ങനെ ഒരേ അക്കം തന്നെ ആവർത്തിച്ച് വരുന്ന ഡെസിമൽ നമ്പേഴ്സിൽ ഭിന്നസംഖ്യ എഴുതാനായിട്ട് ഛേദമായിട്ട് 9 കൊടുത്താൽ മതി. ഇനി 9ൽ 3 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അംശത്തിനെയും ഛേദത്തിനെയും 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇവിടെ അംശം 1 ആവും, ഛേദം 3 ആവും. അപ്പോൾ ഉത്തരം 3ൽ 1. ശരി ഉത്തരം ഓപ്ഷൻ സി.
100 എന്നത് 400-ൻ്റെ എത്ര ശതമാനമാണ്? അപ്പോൾ നമുക്കിവിടെ 400-ൻ്റെ എത്ര ശതമാനമാണ് 100 എന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് 400-ൽ 100 ഗുണം 100 കാണുക. 400-ൽ 100-നെ 100 കൊണ്ട് ഗുണിക്കുക. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 2 പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 100/4 എന്ന് വരും. 100-നെ 4 കൊണ്ട് ഹരിച്ചാൽ 25. അപ്പോൾ ഉത്തരം 25% ശരി ഉത്തരം ഓപ്ഷൻ ഡി. 2/1 അധികം 3/1 അധികം 4/1 വില എത്ര? നമുക്കിവിടെ 2/1 അധികം 3/1 അധികം 4/1 വില കണ്ടുപിടിക്കണം. നോക്കുക, ഈ പവർ എല്ലാം നെഗറ്റീവാണ്. ഈ സംഖ്യകളുടെ എല്ലാം പവർ നെഗറ്റീവാണ്. അപ്പോൾ പവർ നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് ആക്കുന്നതിനായിട്ട് ഈ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ റെസിപ്രോക്കൽ അഥവാ വിൽക്രമം എഴുതിയാൽ മതി. അതായത് 2/1 വിൽക്രമം എഴുതി കഴിഞ്ഞാൽ നമുക്ക് പവർ പോസിറ്റീവ് ആക്കി കൊടുക്കാം. 2/1 വിൽക്രമം എത്രയാണ്? 2/1 എന്ന് വരും. അതായത് 2/1 അധികം 3/1 വിൽക്രമം എഴുതുക. 3/1 അധികം 4/1 വിൽക്രമം 4/1 എന്ന് നമുക്ക് എഴുതാം. 2/1 2 തന്നെ. അപ്പോൾ 2 സ്ക്വയർ അധികം 3 സ്ക്വയർ അധികം 4 സ്ക്വയർ എന്ന് വരും. 2 സ്ക്വയർ എത്രയാണ്? 4 അധികം 3-ൻ്റെ സ്ക്വയർ 9 പ്ലസ് 4-ൻ്റെ സ്ക്വയർ 16 കൂട്ടിയെടുത്താൽ മതി. 16 4 20 9 29. അപ്പോൾ ഉത്തരം 29. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഒരു ക്ലോക്കിലെ സമയം 7:20 ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയുടെയും മിനിറ്റ് സൂചിയുടെയും ഇടയിലുള്ള കോണിൻ്റെ അളവ് എത്ര? ഇവിടെ ഒരു ക്ലോക്കിലെ സമയം 7:20 ആകുമ്പോൾ മണിക്കൂർ സൂചിയുടെയും മിനിറ്റ് സൂചിയുടെയും ഇടയിലുള്ള കോണിൻ്റെ അളവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ 60 കൊണ്ടും മിനിറ്റിനെ 11 കൊണ്ടും ഗുണിക്കുക. അപ്പോൾ 7 6 42. അപ്പോൾ 7 × 60 420. 11 2 22 ആയതുകൊണ്ട് 11 × 20 220 വരും. ഇനി ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി എടുത്താൽ നമുക്ക് കോണളവ് കിട്ടും. അപ്പോൾ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണുന്നതിനായിട്ട് നമുക്ക് 420-ൽ നിന്ന് 220 കുറയ്ക്കാം. അപ്പോൾ 200 എന്ന് കിട്ടും. 200-ൻ്റെ പകുതി 100. അപ്പോൾ സൂചികൾക്കിടയിലെ കോണളവ് 100 ഡിഗ്രിയാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരു കണ്ണാടിയിൽ ഒരു ക്ലോക്കിൻ്റെ പ്രതിബിംബത്തിലെ സമയം 4:30 ആണ് എങ്കിൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്രയായിരിക്കും? ഇവിടെ ഒരു കണ്ണാടിയിൽ ഒരു ക്ലോക്കിൻ്റെ പ്രതിബിംബത്തിൽ കാണിക്കുന്ന സമയം 4:30 ആണ്. 4:30. അപ്പോൾ ക്ലോക്കിലെ യഥാർത്ഥ സമയം കണ്ടുപിടിക്കണം. അപ്പോൾ പ്രതിബിംബത്തിലെ സമയം തന്നിരുന്നാൽ യഥാർത്ഥ സമയം കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് 12 മണിക്കൂറിൽ നിന്നും പ്രതിബിംബത്തിലെ സമയം കുറച്ചാൽ മതി. ഇവിടെ തന്നിരിക്കുന്ന സമയം മണിക്കൂറും മിനിറ്റുമായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് കുറയ്ക്കുന്നതിനുള്ള സൗകര്യത്തിനായിട്ട് 12 മണിക്കൂറിനെ നമുക്ക് 11 മണിക്കൂർ 60 മിനിറ്റ് എന്ന് എഴുതാം. എന്നിട്ട് കുറയ്ക്കാം. അപ്പോൾ 11-ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 7, 60-ൽ നിന്ന് 30 കുറച്ച് കഴിഞ്ഞാൽ 30. അപ്പോൾ യഥാർത്ഥ സമയം 7:30 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. ഒരു സ്കൂളിലെ 70% കുട്ടികൾ പെൺകുട്ടികളാണ്. ആൺകുട്ടികളുടെ എണ്ണം 504 ആണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? ഇവിടെ ഒരു സ്കൂളിലെ 70% കുട്ടികളും പെൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഗേൾസ് ആണ്. ആൺകുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് 504, ബോയ്സിൻ്റെ എണ്ണം 504. അങ്ങനെയെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്രയെന്ന് കണ്ടുപിടിക്കണം. അവർക്ക് 70% ഗേൾസ് ആണെങ്കിൽ ബാക്കി വരുന്ന 30%, 100-ൽ നിന്ന് 70 കുറച്ചാൽ കിട്ടുന്ന 30%-മാണ് ബോയ്സ്. ഈ 30%-ൻ്റെ എണ്ണമാണ് 504 എന്ന് പറയുന്നത്. അതായത് 30% 504 ആകെയുള്ള കുട്ടികളുടെ 30% അത് 504. അപ്പോൾ നമുക്ക് 70% കണ്ടുപിടിച്ചാൽ മതി. ആകെയുള്ള കുട്ടികളുടെ എണ്ണം അതിൻ്റെ 30% 504. അപ്പോൾ അതിൻ്റെ 70% എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. 30% 504 ആണെങ്കിൽ നമുക്ക് 10% പെട്ടെന്ന് കാണാമല്ലോ. എന്ത് ചെയ്യണം? 504-നെ 3 കൊണ്ട് ഹരിക്കണം. 504-നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 168 എന്ന് കിട്ടും. അപ്പോൾ 70% കാണുന്നതിനായിട്ട് 168-നെ 7 കൊണ്ട് ഗുണിക്കുക. 168 × 7 വരും. 168-നെ 7 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 1
1176 എന്ന് കിട്ടും. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം 1176. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരു സമാന്തര പ്രോഗ്രഷൻ്റെ n-ാം പദം 2n+1 ഈ പ്രോഗ്രഷൻ്റെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക എത്ര? ഇവിടെ ഒരു സമാന്തര പ്രോഗ്രഷൻ്റെ n-ാം പദം നൽകിയിട്ടുണ്ട് 2n+1. നമുക്ക് സമാന്തര പ്രോഗ്രഷൻ്റെ n-ാം പദത്തിനെ an കൊണ്ട് സൂചിപ്പിക്കാം. an = 2n+1 എന്ന് എഴുതാം. അപ്പോൾ ഈ പ്രോഗ്രഷൻ്റെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ 3 പദങ്ങളുടെ തുക കാണാൻ നമുക്ക് ആദ്യത്തെ 3 പദങ്ങൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 1-ാം പദം കിട്ടുന്നതിനായിട്ട് ഈ എക്സ്പ്രഷനകത്ത് n-ന് പകരം 1 കൊടുത്താൽ മതി. n-ന് പകരം 1 കൊടുക്കുമ്പോൾ ഇത് 2 × 1 + 1 എന്ന് വരും. ഗുണം ആദ്യം നടത്തണം. 2 × 2, 2-നോട് 1 കൂട്ടിയാൽ 3. 2-ാം പദം കിട്ടുന്നതിനായിട്ട് n-ന് പകരം 2 കൊടുക്കുക. അപ്പോൾ 2 × 2 + 1 വരും. 2 2 4, 4 1 5. 3-ാം പദം കിട്ടാനായിട്ട് n-ന് പകരം 3 കൊടുക്കുക. അപ്പോൾ 2 × 3 + 1, 2 3 6 1 7. ഇത് കൂട്ടുമ്പോൾ 7 3 10, 10 5 15 എന്ന് തുക കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 24 ആയാൽ അതിൻ്റെ വികർണത്തിൻ്റെ നീളം എത്ര? ഇവിടെ ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് നൽകിയിട്ടുണ്ട് 24 യൂണിറ്റ് ആണ്. അതിൻ്റെ വികർണത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു വശം കണ്ടുപിടിക്കണം. ഓർക്കുക, സമചതുരത്തിൻ്റെ ഒരു വശം a യൂണിറ്റ് ആയാൽ അതിൻ്റെ ചുറ്റളവ് 4a ആണ്. ഒരു വശത്തിനെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ചുറ്റളവ് കിട്ടും. അപ്പോൾ ഇവിടെ ചുറ്റളവ് 24 എന്ന് നൽകിയിട്ടുണ്ട്. നമുക്ക് 4a = 24 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ a എത്രയായിരിക്കും? 24/4 6 എന്ന് കിട്ടും. അതായത് അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 6 യൂണിറ്റ് ആണ്. ഇനി സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം a യൂണിറ്റ്സ് ആയാൽ അതിൻ്റെ വികർണത്തിൻ്റെ നീളം a√2 ആയിരിക്കും. വികർണത്തിൻ്റെ നീളം a√2. ഇവിടെ നമുക്ക് എയുടെ വാല്യൂ 6 എന്ന് കിട്ടി. അതുകൊണ്ട് വികർണത്തിൻ്റെ നീളം 6√2 ആയിരിക്കും. അവർക്ക് സമചതുരത്തിൻ്റെ ഒരു വശം a യൂണിറ്റ് ആയാൽ അതിൻ്റെ വികർണത്തിൻ്റെ നീളം a√2 ആയിരിക്കും. അപ്പോൾ എയ്ക്ക് 6 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ 6√2 എന്ന് കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ സി 6√2.